നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വിഷ്ണുവിന് ജന്മം നൽകിയത് സത്യഭാമയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന സത്യമായത്. എന്റെ മകന്റെ സ്നേഹം ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് മാത്രം അവകാശപ്പെട്ടത്. ഞാൻ ഉറങ്ങി വിഷ്ണുട്ടാ. അല്ല, അടുക്കി പെറുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ മറ്റൊരാൾ വലിച്ചു വാരിയിട്ടെന്ന് തോന്നുന്നതും ഈ തളർന്നു കിടക്കുന്നയാള് സംസാരിക്കുന്നു എന്ന് തോന്നുന്നതും ഒക്കെ ഈ മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളാ. അങ്ങനെ ചിലപ്പോ അങ്ങനെ വരുമ്പോ ചിലപ്പോ അക്രമവാസന ഉണ്ടാവും. ദേ ഇപ്പൊ മോള് കാണിച്ചതുപോലെ. ദേ ഇപ്പൊ ചികിത്സയില്ലാത്ത അസുഖം ഒന്നുമില്ല. ഉറക്കവും പോയല്ലോ. നല്ല പല്ലുവേദന. പല്ലുവേദനയ്ക്കുള്ള ടാബ്ലറ്റ് ബാഗിലിരിപ്പുണ്ടല്ലോ. പക്ഷേ ബാഗാണെങ്കിൽ വിഷ്ണുവേട്ടന്റെ മുറിയിലും. പൂട്ടിയോ? വിഷ്ണുവേട്ട റൂമും പൂട്ടിയിട്ട് ഈ രാത്രി ഇതെങ്ങോട്ട് പോയി? പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. ഇപ്പോ പാടത്ത് പണിക്ക് വരമ്പത്ത് കൂലി. എന്റെ പല്ലുവേദനയ്ക്ക് ഇനി മരുന്നിന്റെ ആവശ്യമില്ല ശാലിനി. കോഴിക്കോടൊരു ബ്രാഞ്ച് തുടങ്ങാനായി എന്നതൊരു വലിയ കാര്യം. പക്ഷേ അത് ലാഭത്തിലെത്തിക്കാൻ രോഹിത് അവിടെ ഉണ്ടാവണം. സത്യമേ, ആ മോളിതുവരെ കിടന്നില്ലേ? ദേ ഇനി മോളും ബിസിനസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങണം. നമ്മുടെ കുടുംബത്തിന്റെ പേര്, പ്രശസ്തി, പ്രൗഢി ഇതൊക്കെ എല്ലാവരും ഒരുപോലെ ശ്രദ്ധിച്ചാലേ വളരെയുള്ളൂ. ആദ്യ കാഴ്ചയിൽ തന്നെ നിന്നെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം അത് തന്നെയാ. നീ ഇവിടെ വന്ന അന്ന് മുതൽ ഈ കുടുംബത്തിന് പുറത്തുള്ള ഒരാളാണെന്നുള്ള തോന്നൽ എനിക്കുണ്ടായിട്ടേയില്ല. മോളെന്താ ആലോചിക്കുന്നേ? മനസ്സിനെ എന്തോ അലട്ടുന്നത് പോലെ. അത് ഞാൻ എങ്ങനെയാ സത്യമയോട് പറയുക? അത് കണ്ടപ്പോ ആദ്യം എനിക്ക് അവളെ കൊല്ലാനാ തോന്നിയത്. പിന്നെ എനിക്ക് തോന്നി ഇത് ഞാൻ പറയാതിരുന്ന എന്റെ ജീവിതത്തിൽ ഞാനൊരു ഭാര്യ എന്ന പദം ഉപയോഗിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാന്ന്. മോളെ, നീ എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ. എന്താ നീ കണ്ടത്? എന്റെ കുടുംബത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്ത് കാഴ്ച നീ കണ്ടത്? സത്യമ്മ മറുപടി പറയേണ്ടത്. സത്യമ്മ മാത്രം. മോളെ, ഞാൻ എന്തു മറുപടിയും പറയാം. ഈ തറവാടിന്റെ ഏത് ചോദ്യങ്ങൾക്കും ഞാനേ മറുപടി പറയൂ. പറ, എന്താ നിന്നെ ഇത്രയധികം വേദനിപ്പിച്ചത്? ഏതൊരു ഭാര്യയുടെ അവകാശമാ അവളുടെ ഭർത്താവ് അവളുടെ മാത്രം ആയിരിക്കും എന്നത്. അവകാശത്തെക്കാൾ കൂടുതൽ അതവരുടെ ആഗ്രഹമാണ്.
വിഷ്ണുവേട്ടൻ ഈ താലി എന്റെ കഴുത്തിൽ അണിഞ്ഞപ്പോ മുതൽ ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. എന്റെ ഭർത്താവിന്റെ സ്നേഹം അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ പങ്കുവച്ച് പോകുന്നതിൽ ദുഃഖിക്കുന്ന ഒരാളല്ല ഞാൻ. അതങ്ങനെ തന്നെ വേണം. പക്ഷെ ആ സ്നേഹം ഈ വീടുമായി ബന്ധമില്ലാത്ത മറ്റൊരു പെണ്ണിലേക്ക് പോയാൽ എനിക്ക് വിഷമാവും സത്യമേ. അത്രയും വലുതായി ചിന്തിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. ദേ, വിഷ്ണുവിന് ജന്മം നൽകിയത് സത്യഭാമയാണെങ്കിൽ ദേ, ഞാൻ ചെയ്യുന്ന സത്യമായത്. എന്റെ മകന്റെ സ്നേഹം ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് മാത്രം അവകാശപ്പെട്ടതാ. ദേ, ഞാൻ നിന്നെയാ വിഷ്ണുവിന്റെ ഭാര്യയായി അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെയല്ലാന്നും പറഞ്ഞ ആര് വന്നാലും വെച്ചു പൊറുപ്പിക്കില്ല ഞാൻ. എന്നിട്ടാണോ സത്യമ്മയുടെ മൂക്കിന് തുമ്പില് അതും ഈ തറവാടിനകത്ത് ഇങ്ങനെയുള്ള അരുതായ്മകൾ നടക്കുന്നത്? ഞാനൊരു സാധാരണ പെണ്ണ. ആ നടക്കുന്ന കാര്യങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. സത്യം ഇടപെട്ടില്ലെങ്കിൽ ഞാൻ ഇടപെടും. അത് സത്യമേ ധിക്കരിക്കുന്നുള്ള ഭയം കൊണ്ട ഇത്രയും നേരം ഞാൻ പിടിച്ചു നിന്നത്. ഇനി അത് സഹിച്ചു നിൽക്കാൻ എനിക്കാവില്ല. നീ ഉദ്ദേശിക്കുന്നത് വിഷ്ണുവും ശാലിനിയും തമ്മിൽ അടുപ്പ കൂടുതലുണ്ട് എന്നാണോ? അടുപ്പ കൂടുതലെന്ന് വെറും ബാക്കി പറഞ്ഞാ പോരാ. അവരെല്ലാ അർത്ഥത്തിലും അടുപ്പത്തില്ല. അവരിരുവർക്കും പുറത്തുള്ള ഒന്നും കേവലം ഞാൻ പോലും അവരുടെ ചിന്തകളിൽ ഇല്ല. അല്ലെങ്കിൽ ഞാനിതൊക്കെ കാണുമെന്നുള്ള ചിന്തയെങ്കിലും വിഷ്ണുവേട്ടനും അവർക്ക് ഉണ്ടാവാറുന്നല്ലോ. എന്റെ ക്ഷമ വെറുതെ നീ പരീക്ഷിക്കരുത്. നീ എന്താ കണ്ടെന്ന് തെളിച്ചു പറ. എന്തിനാ സത്യമ്മേ ആ പാവം എന്റെ വായിന്ന് എന്നെ കേൾക്കുന്നെ? ആ മുറിയിൽ എന്താന്ന് സത്യമ്മ നേരിട്ട് എന്നെ പോയി കണ്ടാ പോരെ. ഇനി എനിക്ക് ആ കാഴ്ച കാണാൻ വയ്യ. മാറ. സത്യമേ, ഞാൻ പോവുക സത്യമേ. ഇനി ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. നോക്ക്, നീ എങ്ങോട്ടും പോകുന്നില്ല. ഇത് നിന്റെ വീടാ. ആദ്യം അവിടെ നടക്കുന്ന എന്താന്ന് ഞാനൊന്ന് കാണട്ടെ. ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.